പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവയുടെ മന്ത്ലി ആൻഡ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റോക്കിൻ്റെ പേര് NB Ventures. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇതുവരെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല, ഫ്രീ ആയിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ മന്ത്ലി വ്യൂ ആണ് ഈ സ്റ്റോക്കിൻ്റെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ സ്റ്റോക്ക് 2004 തൊട്ട് 2022 വരെയുള്ള ഒരു ടൈം ഫ്രെയിമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് വലിയൊരു ടൈം ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റം വന്ന് ഈ ഒരു 180 റീജിയണിൽ നിന്ന് സ്റ്റോക്ക് താഴോട്ട് വന്നു. അതിനുശേഷം വീണ്ടും അത് ബ്രേക്ക് ഔട്ട് തന്നു. അതിനുശേഷം വീണ്ടും ആ ഒരു റീജിയൻ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം വീണ്ടും അത് ബ്രേക്ക് ഡൗൺ തന്നു. ഇവിടെ വീണ്ടും 180 എന്ന റീജിയൻ വീണ്ടും കൃത്യമായിട്ട് ഒരു റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് പോകുന്നു. അപ്പം ഈ ഒരു മുമ്പത്തെ മാസത്തെ ക്യാൻഡിൽ ആ ഒരു റീജിയന് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. നല്ലൊരു വോളിയത്തോടു കൂടി തന്നെ ആ ഒരു മുമ്പത്തെ മാസത്തെ ഒരു ക്യാൻഡിൽ, മന്ത്ലി ക്യാൻഡിൽ ക്ലിയർ ആയിട്ട് 180 എന്ന റെസിസ്റ്റൻസിന് ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അപ്പം അതിനുശേഷം ആ ഒരു റീജിയനിൽ തന്നെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കറൻലി 196 എന്ന റീജിയനിലാണ് സ്റ്റോക്ക് ലാസ്റ്റ് ക്ലോസിങ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ അപ്പം ആ ഒരു റീജിയൻ്റെ ബ്രേക്ക് ഔട്ട് കണ്ടു. അതുപോലെ തന്നെ ഈ ഒരു 235 എന്ന റീജിയൻ നമുക്ക് മന്ത്ലിയിൽ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് എടുത്ത റീജിയനുമാണ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു ലെവലും ഈ ഒരു സ്റ്റോക്കിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടതായിരിക്കും. നമുക്ക് വീക്കിലിയിലേക്ക് ഒന്ന് പോയി നോക്കാം. വീക്കിലിയായിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 2020 തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സ്റ്റോക്ക് അപ്സൈഡ് മൊമെൻറ്റം തരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നമുക്ക് 180 എന്ന റീജിയണിൽ നമ്മൾ പറഞ്ഞിരുന്നു നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു. അതിവിടെ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അപ്പം ബ്രേക്ക് ഔട്ട് തന്ന് ആ ഒരു റീജിയണിൽ കുറച്ച് ദിവസം പ്രൈസ് ട്രേഡ് ചെയ്തു. അതിനുശേഷം ഒരു അപ്സൈഡ് മൊമെൻറ്റം തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു കറൻറ്റ് മാർക്കറ്റ് പ്രൈസിലാണെങ്കിലും എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് 195 96 റീജിയനിലാണെങ്കിലും നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 170 വരെ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു കഴിഞ്ഞ 2-3 വീക്കിൻ്റെ ഒരു ലോയിലേക്കാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുന്നത്. അപ്പോൾ 170 റീജിയൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 25 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ് വരും. നമുക്ക് ടാർഗറ്റായിട്ട് ഏകദേശം ഒരു 1:1 ആൻഡ് എബോവ്. നമുക്ക് 235 എന്ന റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് ആണെന്ന് കണ്ടു. അപ്പോൾ 235 വരെ ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 40 രൂപയുടെ ഒരു ടാർഗറ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏകദേശം 1:1.5 സംതിങ് റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു എൻട്രി ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ അനാലിസിസും കൂടെ നടത്തുക. ഇതിപ്പോൾ എൻ്റെ വ്യൂ ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളിലേക്ക് കൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.